ഓ പറട്ടെ നാശം പിടിച്ച ലൈറ്റ്. മരുമോള് പിണങ്ങിപ്പോയിന്ന് കേട്ടുല്ലോ. എന്തൊട്ട് പറയണം നാത്തൂനെ. അവള് പെട്ടിയും പ്രമാണം എടുത്ത് പോയത് ഇപ്പൊ ഞാൻ കാരനാ. പെമ്മക്കള് വല്ലതും വിളിച്ച് പറഞ്ഞപ്പോ ഇല്ല. എന്നിട്ട് എൻ്റെ പുന്നാര പുത്രൻ പറയാ അമ്മ അവളെ വിളിച്ചിട്ട് നല്ലോണം പോലെ സംസാരിക്കും, അപ്പൊ അവള് തിരിച്ചു വരുന്നു. അങ്ങനെ അവൻ പറയാൻ പാടുണ്ടാ? പിന്നെ എനിക്ക് ഇങ്ങോട്ട് വയ്യാണ്ടല്ലേ അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. ചേച്ചിക്ക് സർക്കിട്ട് അടി കൂടിയിട്ടാണെന്നാണല്ലോ പറയണത് കേൾക്കണ്. ഞാൻ സർക്കിട്ട് പോണത് എൻ്റെ ആങ്ങളമാരുടെയും എൻ്റെ ബന്ധുക്കളുടെയും വീട്ടിലാണ്. ഇവളെ പേടിച്ചിട്ട് എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ചേച്ചി ചെയ്തതാണ് ശരി. എന്നിട്ട് അവൻ പറയാ ഞാൻ സർക്കിട്ട് അടിച്ച് നടക്കുക വീട്ടിലെ പണിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് അവൾ ഓതി കൊടുത്തു കൊടുക്കണം. ദൈവേ, എന്നാലും എൻ്റെ മോൻ അങ്ങനെ ഒരു വർത്താനം എന്നോട് പറയാൻ പാടുണ്ട നാത്തൂന്? പാടുണ്ട അല്ലേ? ഒന്നുമില്ലെങ്കിൽ എന്തോരം മീൻ പൊരിച്ചത് കൊടുത്തതാ ഞാൻ അവന്. അതിൻ്റെ ഒരു നന്ദി അവൻ കാണിച്ച. എൻ്റെ പെമ്മക്കൊക്കെ കൊടുത്തിട്ടില്ലേ ഞാൻ മീൻ വറുത്തത്? ഓ എന്തോരം വിഷമം ഉണ്ടാവും. അതുകൊണ്ടപ്പനും ഞാൻ ഭക്ഷണം കൊടുത്തില്ലാന്ന്. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായില്ല. ചേച്ചി ഇവിടെ ഇരുന്നു. അന്നല്ലേ വിജയൻ്റെ അവിടുത്തെ കുറ്റൂഷി ഉണ്ടായിരുന്നേ രാവിലെ. ആലതെ അയ്യോ ഇവിടെ ഉണ്ടായിരുന്നാ? അതെ. പെണ്ണിന് എത്ര പവനുണ്ട് അറിഞ്ഞാവല്ലത്? 200 പവനാ. പിന്നെ അത് കാഴ്ചയിൽ ഉണ്ടാക്കണതാണ്. ഈ ഇപ്പോൾ കുറച്ച് ഗ്രാമിന് വലിയ കാഴ്ചയിൽ ഉണ്ടാക്കുമല്ലോ സ്വർണം. പിന്നെ നമ്മളെന്താ പൊട്ടന്മാരാ? നിങ്ങൾക്ക് ഒരു പണിയൊന്നുമില്ലേ? അവിടെ അവരുടെ സൈഡാ. അതാണ്. നിന്റെ മരുമോളായിട്ട് നീ ഇങ്ങനെയടി നല്ല ചർച്ചകളാണ്. അവളൊരു പാവാണേ. ഞാൻ തല്ലുപിടി കഴിഞ്ഞാൽ ഞാൻ പെട്ടിപ്പുറമാണ് എടുത്ത് പോകേണ്ടി വരും ചേച്ചി. അത് എനിക്ക് കഴിവില്ലാഞ്ഞിട്ട്, അല്ലാണ്ട് ഇപ്പം തൊട്ടാ എന്തൊട്ട് വിശ്വസിച്ചിട്ടാ ചേച്ചിയെ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഏത് നേരം അവൻ്റെ ചെവിയിൽ പോയിട്ട് ഇങ്ങനെ ഓതി കൊടുക്കല. അമ്മ അത് ചെയ്തു, അമ്മ ഇത് ചെയ്തു, അമ്മ അങ്ങനെ ചെയ്തില്ല, അമ്മ ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. അവൾ എന്നോട് എന്തോരം പോരെടുക്കുന്നുണ്ടെന്ന് അറിയോ നാത്തൂന്? തല അറിയോ? ഞാൻ വല്ലതും പറഞ്ഞിട്ടാണ് ഞാൻ അതൊന്നും പുറത്ത് പറയാണ്ട് നടക്കുക. എനിക്ക് എന്തോരം പോര് കിട്ടുന്നുണ്ടെന്ന് അറിയോ അവളുടെ കയ്യിൽ നിന്ന്? നിന്റെ മരുമോളല്ലേടി? നോക്കി ചിരിക്കുന്നു പോലും ഇല്ലല്ലോ. സ്വർണ്ണ കഴുത്തില് ഭക്ഷണം കഴിക്കാറായ? വയറ്റിലെ ഗ്യാസാണ്, ഗ്യാസ്. നേരത്തിന് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണേ. ആ താളം തെറ്റിയിട്ടായി കല്യാണം നടക്കുന്നത്. ആദ്യം മുതലേ താളം തെറ്റലാണ്. തലേ പ്രേമിച്ചത്രേ 1.5 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാന്ന് പറയുന്നത്. ഇപ്പൊ നീ കല്യാണത്തിന്റെ ഒക്കെ പ്രഹസനം എന്തിനപ്പോ? അതന്നെ നമ്മളൊക്കെ വിളിച്ചിട്ട് കളിയാക്കുക അത്ര തന്നെ, അല്ലാണ്ട് എന്നിട്ട് പതുക്കെ പറഞ്ഞ ചേച്ചി. ശാന്തയുടെ ചെവി ഇങ്ങോട്ടാണ്. മോന് വലിയ വണ്ണൊന്നുമില്ലല്ലോ, ഒന്ന് നരുന്ന് പോലെ ഇരിക്കണേ. ഒന്നും കൊടുക്കണില്ലേ? അമ്മയുടെ വീട്ടിലെ കാര്യം